പാഠം 299. മാരകമായ ചില തീരുമാനങ്ങൾ. ഈശ്വര, ഒരു പുതിയ വർഷം ആരംഭിക്കുകയാണ്. എനിക്ക് സത്യത്തിൽ ഈ പുതുവർഷത്തിലും കലണ്ടറിലൊന്നും വലിയ വിശ്വാസമില്ല. പക്ഷേ ആ കലണ്ടർ നോക്കിയാണല്ലോ കേരള സർക്കാർ പ്രവർത്തിക്കുന്നത്. ഞാൻ ആ കേരള സർക്കാരിന്റെ ഒരു ഉദ്യോഗസ്ഥൻ. അപ്പോ ആ കലണ്ടറിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നത് ശരിയല്ലല്ലോ. എന്തായാലും കഴിഞ്ഞ വർഷം സംഭവിച്ച തെറ്റുകളൊക്കെ ക്ഷമിക്കണം. പുതിയ വർഷം എല്ലാ തരത്തിലും നന്നായി വരണം ഈശ്വര. പിന്നെ ഈ വർഷം എനിക്കൊരു പ്രൊമോഷൻ ലഭിച്ചാൽ അതിലും വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടാനില്ല ഈശ്വര. വലിയ പ്രാർത്ഥനയായിരുന്നല്ലോ. പുതുവർഷത്തിലൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് എന്തേ അഭിപ്രായം മാറ്റിയത്? അഭിപ്രായം മാറ്റിയിട്ടൊന്നുമില്ല. പക്ഷേ നാട്ടിൽ എല്ലാവരും നോക്കുന്നൊരു കണക്ക് ഞാനായിട്ട് നോക്കാതിരുന്നിട്ട് കാര്യമുണ്ടോ? അപ്പൊ പുതുവർഷത്തെ അംഗീകരിച്ചു. ഇനി എന്താണ് പരിപാടി? എന്ത് പരിപാടി? അല്ല, വർഷത്തിലെ ആദ്യത്തെ ദിവസം എല്ലാ ദിവസത്തെ പോലെ ആവത്തില്ലല്ലോ. ഈ വർഷം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ തീരുമാനം എടുക്കേണ്ട ദിവസമാണെന്ന്. ഈ വർഷം ഒരു പ്രൊമോഷൻ കിട്ടി ഡെപ്യൂട്ടി തഹസിൽദാർ ആകണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ അത് ഞാൻ വിചാരിച്ച നടക്കില്ലല്ലോ. അത്തരം മോഹങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തീരുമാനിക്കുക, അത് നടത്താൻ ശ്രമിക്കുക. അങ്ങനെയല്ലേ വേണ്ടത്? ഉദാഹരണത്തിന് മദ്യപിക്കുകയും പുകവലിക്കുകയൊക്കെ ചെയ്യുന്നവർ ജനുവരി 1-ാം തീയതി അത് നിർത്തുന്ന ഒരു ശീലമുണ്ട്. നമുക്കുള്ളൊരു ദുശീലം ഉപേക്ഷിക്കുക. അതിന് എനിക്ക് ദുശീലങ്ങൾ ഇല്ലല്ലോ ഭാമേ. ഞാൻ മദ്യപിക്കുകയോ പുകവലിക്കുകയോ ഇല്ല. തുടങ്ങാത്തൊരു ദുശീലം എങ്ങനെ നിർത്താൻ പറ്റും? പുകവലിക്കുന്നതും മദ്യപിക്കുന്നതും മാത്രമല്ലല്ലോ ദുശീലങ്ങൾ. ഭാര്യയോട് അകാരണമായി കോപിക്കുന്നതും ദുർവാശി കാണിക്കുന്നതും ദുശീലങ്ങളാണ്. ആ ദുശീലം നിർത്തണമെങ്കിൽ ഞാൻ മാത്രം വിചാരിച്ച പോരാ. ഭാര്യയുടെ അനുസരണക്കേടും ധിക്കാരവും അവൾ നിർത്തണ്ടേ? ഭർത്താവിനോട് ഒരു ബഹുമാനവും കാണിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു ഭാര്യ ഉള്ളപ്പോൾ ആ ശീലം അങ്ങനെ തന്നെ ഇരിക്കും. ആദ്യം നീ നിന്റെ ജീവിതത്തിലെ ദുശീലങ്ങൾ ഉപേക്ഷിക്കാം. അപ്പോ ഞാൻ എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനെ പറ്റി ആലോചിക്കാം. മോഹനേട്ടാ, ഞാൻ സ്നേഹമായിട്ടൊരു കാര്യം പറയാൻ വരുമ്പോ അതൊന്ന് കേൾക്കാൻ പോലും മോഹനേട്ട തയ്യാറില്ല. മോഹനേട്ടൻ ഇവിടുത്തെ വില്ലേജ് ഓഫീസറാണ്. ജോലികളെല്ലാം വളരെ കൃത്യമായും സത്യസന്ധമായും ചെയ്യുന്ന ഒരാൾ. 1 രൂപ പോലും കൈക്കൂലി വാങ്ങില്ല, അന്യായമായതൊന്നും ചെയ്യില്ല. ഇത്തരം കാര്യങ്ങളുടെ പേരിൽ നാട്ടുകാർക്ക് മുഴുവനും മോഹനേട്ടന് വലിയ മതിപ്പുമാണ്. ഇപ്പോഴെങ്കിലും നീ അത് സമ്മതിച്ചല്ലോ. ഇതൊക്കെ ഞാൻ പണ്ടേ സമ്മതിക്കുന്നതാണ്. പക്ഷേ ഇത്രയും നല്ല ശീലങ്ങളുള്ള ആൾക്ക് ഈ എടുത്തുചാട്ടവും മുൻകോപം കൂടി നിയന്ത്രിച്ചൂടെ? കുറേയും കൂടി ശാന്തനും ക്ഷമാശീലനുമായ പിന്നെ മോഹനേട്ടനെ പറ്റി പറയാൻ നാട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കുറ്റം കാണുമോ? എനിക്ക് മുൻകോപമുണ്ടെന്ന് നീ മാത്രമേ പറയൂ. നീ കാട്ടിക്കൂട്ടുന്ന വിഡ്ഢിത്തരങ്ങൾ കാണുമ്പോ ചിലപ്പോ ഞാനൊന്ന് ശകാരിച്ചെന്നിരിക്കും. അതാണോ മുൻകോപം? എന്തിനാ മോഹനേട്ട ഈ കാര്യം പറഞ്ഞു തർക്കിക്കണേ? മോഹനേട്ടൻ ഒരു മുൻകോപിയാണെന്നുള്ള കാര്യത്തിൽ മോഹനേട്ടനെ പരിചയമുള്ള ഒറ്റ ആൾക്ക് ഒരു സംശയം ഉണ്ടാവും വഴിയില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കണ്ടോ ഇത്രയും പറഞ്ഞപ്പോഴേക്കും മോഹനേട്ടന് നിയന്ത്രണം നഷ്ടപ്പെടും. ഇത് തന്നെയാ ഞാനും പറഞ്ഞത്. ഇന്നു മുതല് ഇങ്ങനെ കോപിക്കില്ല, നമുക്ക് വ്രതമെടുക്കാം. ദേഷ്യം കുറച്ചാൽ അതിന്റെ ഗുണം മോഹനേട്ടനും കൂടിയാ. ദേഷ്യം കൂടുന്നത് ആരോഗ്യത്തിന് നല്ലതല്ലാന്ന ഡോക്ടർമാരും പറയണേ. എന്റെ ഭാഗത്ത് തെറ്റുകളൊന്നുമില്ലാന്ന് ഞാൻ പറയണില്ല. അങ്ങനെ സ്ഥിരമായി ഞാൻ ചെയ്യുന്ന ഒരു തെറ്റ് മോഹനേട്ടൻ പറഞ്ഞാൽ അത് ഞാൻ ഉപേക്ഷിക്കാം. ഉറപ്പാണോ? അങ്ങനെയാണെങ്കിൽ നീ ആ സ്കൂട്ടർ ഉപേക്ഷിക്കണം. സ്കൂട്ടറോ? അതെങ്ങനെ ഒരു തെറ്റാവുന്നത്? ആണല്ലോ. അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന ഒരു വസ്തു ഒരു കാരണവുമില്ലാതെ ഉപയോഗിക്കുന്നത് തെറ്റല്ലേ? സ്കൂട്ടർ ഉപേക്ഷിച്ച് ആഫീസിലേക്ക് നടന്നു പോയാൽ നിന്റെ ആരോഗ്യം കൂടുകയും ചെയ്യും.
കുറച്ചുകൂടി യുക്തിക്ക് നിൽക്കുന്ന കാര്യങ്ങൾ പറ മോഹനേട്ടാ. ഇനിയുള്ള കാലത്ത് വാഹനങ്ങൾ ഉപയോഗിക്കാതെ ജീവിക്കാൻ പറ്റില്ല. ഓഫീസിലും കോടതിയിലൊക്കെ എനിക്ക് സമയത്ത് എത്തണ്ടേ. സ്കൂട്ടർ ഇല്ലാതെ ഞാൻ ആഫീസിലേക്ക് സമയത്തെത്തുന്നുണ്ടല്ലോ. ആ മോഹനേട്ടന് ഇഷ്ടമുള്ളപ്പോ ഇവിടുന്ന് അങ്ങ് ഇറങ്ങാം. എനിക്കോ ഇവിടുത്തെ ജോലി മുഴുവൻ ചെയ്തു തീർക്കണം. ഇതൊക്കെ മുടന്ത ന്യായങ്ങളാണ് ഭാമേ. ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്താനുള്ള ഇച്ഛാശക്തി ഉണ്ടായിരിക്കണം, അല്ലാതെ ഉരുണ്ട് കളിക്കരുത്. ശരി, അനാവശ്യമായി ദേഷ്യപ്പെടുന്ന മോഹനേട്ടന്റെ സ്വഭാവം മാറ്റിയാൽ ഞാൻ സ്കൂട്ടർ ഉപേക്ഷിക്കാം. ഉറപ്പാണോ? ഞാൻ പറഞ്ഞതാ. മോഹനേട്ടൻ എന്നോടൊന്നല്ല ആരോടും ചാടിക്കടിക്കാൻ ചെല്ലരുത്. എന്തു പ്രശ്നമുണ്ടെങ്കിലും നയത്തിൽ പറഞ്ഞു മനസ്സിലാക്കണം. നിസ്സാര കാര്യങ്ങൾ പോലും ക്ഷമിച്ചു കളയണം. സമ്മതിച്ചു. പക്ഷേ ഇന്നു മുതൽ നീ ആ സ്കൂട്ടർ ഉപയോഗിക്കാൻ പാടില്ല. സമ്മതിച്ചു. മോഹനേട്ടൻ വാക്ക് തെറ്റിച്ചാലേ ഇനി ഞാൻ സ്കൂട്ടർ ഉപയോഗിക്കൂ. അതുവരെ അതൊന്നും ഞാൻ കൈകൊണ്ട് തൊടുകൂടിയില്ല. വാക്ക് ആ ഉത്തമന് നമ്മുടെ തീരുമാനത്തിന്റെ കാര്യം ഉത്തമനോട് പറഞ്ഞാലോ? എന്തിന്? നമ്മുടെ തീരുമാനം നമ്മുടെ മാത്രം തീരുമാനമാണ്. അതിൽ വഴിവാക്കുമാർക്ക് എന്ത് കാര്യം? സാറേ, സാറേ, ഹാപ്പി ന്യൂ ഇയർ. അയ്യോ, എന്താണ് സാറേ? നമ്മൾ മലയാളികളാണ്. പുതുവത്സരാശംസകൾ എന്ന് പറയാവുന്നതേ ഉള്ളൂ. ഓ ചേ, അതൊക്കെ ഭയങ്കര പാടല്ലേ സാറേ? നമ്മൾ ഈ പറയാനുള്ള എളുപ്പമല്ലേ നോക്കുന്നത്? അങ്ങനെ ചെയ്യരുത്. വളർന്ന് പന്തലിച്ച ഒരു ഭാഷയുള്ള നമുക്ക് ഒരു വിദേശ ഭാഷയെ അനാവശ്യമായി ആശ്രയിക്കേണ്ട കാര്യമില്ലല്ലോ ഉത്തമ. ഒന്നാം തീയതിയായിട്ട് ആദ്യം വീട്ടിൽ കയറി വരുന്ന ഉത്തമനാണ്. ഈ ഒരു വർഷം മുഴുവനും ഉത്തമന്റെ ഭാഗ്യം പോലെ ഇരിക്കും കാര്യങ്ങള്. അയ്യോ എന്റെ പൊന്ന് വക്കീലെ, ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയല്ലേ. നേരെ ഇത്ര ആയല്ലോ, ആരെങ്കിലും വന്ന് കാണുമെന്ന് ഓർത്തിട്ടാണ് ഞാൻ വന്നത്. അത് തന്നെ വലിയൊരു അത്യാവശ്യ കാര്യം ആയതുകൊണ്ട് മാത്രം. എന്താണ് ഉത്തമന്റെ അത്യാവശ്യം? സാറേ, ദിവാകരന്റെ പോക്കുവരവിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനം ആയില്ല. ഈ ആഴ്ചയില്ലെങ്കിൽ സാർ അത് താലൂക്ക് ഓഫീസിലേക്ക് അയച്ചില്ലെന്നുണ്ടെങ്കിൽ സാറേ, അതായത് അത് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഉത്തമൻ പറയുന്ന ദിവാകരൻ എന്ന് പറയുന്ന ആ മാന്യൻ 3 കോടി രൂപ കൊടുത്ത് വാങ്ങിയ ആ ഭൂമി ആധാരത്തിൽ 50 ലക്ഷം രൂപ കുറച്ച് കാണിച്ചതാണല്ലോ പ്രശ്നം. സർക്കാരിലേക്ക് ദിവാകരൻ അടയ്ക്കേണ്ടിയിരുന്ന 30 ലക്ഷത്തിന് പകരം അടച്ചത് വെറും 5 ലക്ഷം രൂപ. സർക്കാരിന് നഷ്ടം 25 ലക്ഷം രൂപ. അങ്ങനെയുള്ള ഒരു ആധാരം പോക്കുവരവ് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പക്ഷെ സാറേ, ഈ ദിവാരം വല്ലാത്ത കഷ്ടത്തിലാ. അതന്വേഷിക്കലല്ലോ എന്റെ ജോലി. എന്റെ ജോലി നിയമപരമായി ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെടുന്ന ആധാരങ്ങൾ മാത്രം പോക്കുവരവിനായി താലൂക്ക് ഓഫീസിലേക്ക് അയക്കുക എന്നുള്ളതാണ്. എന്നാല് സാറേ, ഉത്തമനോട് വളരെ മാന്യമായും ക്ഷമയോടും അല്ലേ ഭാമ ഞാനിതുവരെ സംസാരിച്ചത്? പറയേണ്ട കാര്യങ്ങൾ മലയാളത്തിൽ മാന്യമായി പറഞ്ഞ സ്ഥിതിക്ക് ഇനി എനിക്ക് വില്ലേജ് ഓഫീസിലേക്ക് പോകാമല്ലോ. സാറേ, ദിവാകരനോട് വില്ലേജ് ഓഫീസിൽ വന്ന് സാറിനെ കാണാൻ പറയട്ടെ. അങ്ങനെ വില്ലേജ് ഓഫീസിൽ വന്ന് ഇനിയും ഈ കാര്യത്തിന് എന്നെ ശല്യപ്പെടുത്താൻ ആ മഹാനുഭാവൻ ശ്രമിച്ചാൽ ഞാൻ അദ്ദേഹത്തിന്റെ പാതാരബിംബങ്ങൾ മെല്ലെ മെല്ലെ മാന്യമായും അന്തസ്സായും തല്ലി ഒടിക്കുമെന്ന് താങ്കൾ ആ മാന്യനെ അറിയിച്ചാലും. അല്പം ഇടന്നാൽ ഞാനങ്ങ് പോയേക്കാം. ഈ പിന്നെ അവസാനം സാറ് പറഞ്ഞിട്ട് പോയ എന്താണ് വക്കീലെ? അത് ഒരു പ്രത്യേകതരം കേസാണ് ഉത്തമ. ഞാനും മോഹനേട്ടനും ഇന്നു മുതൽ ഇങ്ങനെ പെരുമാറാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നുവെച്ചാ ഞാനും മോഹനേട്ടനും കൂടി എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ഞങ്ങൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. വഴിപോകർക്ക് അതിലെന്താണ് കാര്യം? ഭ്രാന്ത് പകരുന്ന അസുഖമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അല്ല, ഇത്രയും കാലം മോഹനേഷ് സാറിന്റെ കൂടെ കൂടിയിട്ട് വക്കീലിന് ഇപ്പോഴാണല്ലോ ഭ്രാന്ത് ആയത്. അത് തന്നെ ആശ്വാസം. ഇതാരാ ഈ കൊച്ചുവെളുപ്പാങ്കാലത്ത് വില്ലേജ് ഓഫീസിലേക്ക് ഫോൺ ചെയ്യുന്നത്? ഇതിനൊക്കെ ഒരു നേരവും കാലവും ഇല്ലേ? ഹലോ, ശിശുപാലൻ ചേട്ടാ, ഞാനാണ് സത്യഭാമ. എന്താ വക്കീലേ? ഞാനും മോഹനേട്ടനും കൂടി ഒരു പന്തയം വെച്ചിരിക്കുകയാണ്.
ഇന്നു മുതൽ മോഹനേട്ടൻ ആരോടും വഴക്കൂടുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യില്ല. എന്താ ശിശുപാലനോട് ചിരിച്ചത്? അതല്ല, സൂര്യൻ പടിഞ്ഞാറേ ഉദിക്കുള്ളെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം. പക്ഷേ മോഹനേഷ സാർ വഴക്കൂടില്ലെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ഇത് വളരെ സീരിയസ് ആണ് ശിശുപാലൻ ചേട്ടാ. എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. ശിശുപാലൻ ചേട്ടൻ ഒരു ഉപകാരം ചെയ്യണം. മോഹനേട്ടൻ വഴക്കുണ്ടാക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ അപ്പൊ തന്നെ അറിയിക്കണം. ഓ, മറക്കരുത്. ഇതെന്റെ ജീവൻ മരണ സമരമാണ്. ശരി വക്കീല്. എന്റെ ഈശ്വര, ഇതോടെ എന്റെ മോഹനേട്ടന്റെ എടുത്തുചാട്ടം വാശിയേക്കും തീരണേ. നേരാണോ ശിശുപാലൻ ചേട്ടാ? ഞാനത് വിശ്വസിക്കൂല. ആ, വക്കീലല്ലേ എന്നെ വിളിച്ച് പറഞ്ഞത്. ആരോടും ദേഷ്യപ്പെടില്ല എന്ന് വ്രതം എടുത്തിട്ടാ സാർ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന്. എന്നാലും അത് അത്ര വിശ്വസിക്കാനുള്ള കാര്യമല്ല. ഇനിയിപ്പോ വക്കീല് നമ്മളെ പറ്റിച്ചതാണോ? കാഞ്ചന സാറേ, ഇന്ന് ഏപ്രിൽ 1 ജനുവരി 1 വക്കീൽ എന്തിനാ നമ്മളെ കളിയാക്കുന്നത്? എന്നാലും ഇത് കുറച്ച് കടന്ന വ്രതമായിപ്പോയി. നോക്കാലോ കാഞ്ചന സാറേ, ആള് മോഹനേഷ സാറായോണ്ട് വാശി ജയിക്കാനായിട്ട് എന്തും ചെയ്തു കളയും. എന്തായാലും നമ്മുടെ വെക്കിട്ട് കയറാൻ വരില്ല. വക്കീല് നമ്മളെ വിളിച്ചു ചോദിക്കുമെന്ന് സാറിന് അറിയാലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. വാസ്തവം. ഒരുമാതിരി LP സ്കൂളിലെ പിള്ളേരോട് പെരുമാറുന്ന പോലെയല്ലായിരുന്നോ നമ്മളോട് പെരുമാറുന്നത്? ആരുടെ പെരുമാറ്റത്തെ കുറിച്ചാണ്? ഓരോ ആളുകളുടെ പെരുമാറ്റ രീതിയെ പറ്റി വെറുതെ പറയായിരുന്നു അല്ലേ? അങ്ങനെ മറ്റുള്ളവരുടെ പെരുമാറ്റ രീതിയെ പറ്റി പറഞ്ഞ് അനാവശ്യമായി സമയം കളയാനും നമുക്ക് വിശേഷിച്ച് യാതൊരു ഗുണവുമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അല്ലല്ലോ ബഹുമാനപ്പെട്ട കേരള സർക്കാർ നമുക്കൊക്കെ ശമ്പളം തരുന്നത്. സർക്കാർ തരുന്ന പണത്തോട് നമുക്ക് കൂറ് കാണിക്കണ്ടേ? എന്തു പറ്റി? ഇഷ്ടമായില്ലേ സഹപ്രവർത്തകരെ? വേണ്ടേ കാഞ്ചനെ? വേണം സാർ. ആ, എങ്കിൽ ജോലി നടക്കട്ടെ. ആ, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അങ്ങോട്ട് വരണമെന്നില്ല, ഞാൻ ഇങ്ങോട്ട് വന്ന് നിങ്ങളെ കണ്ടോളാം. ഒരു ആഫീസിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ തമ്മിൽ ആഫീസർ മറ്റുള്ളവർ എന്ന വേർതിരിവ് വേണ്ട. അങ്ങനെയാണെങ്കിൽ ഞാൻ അകത്തോട്ട്. ആ, ശിശുപാലൻ ചേട്ടാ, വക്കീല് പറഞ്ഞത് സത്യ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോട്ടറി അടിച്ചു പ്രഭേ. ഈശ്വര, ചീത്തവിളി കേൾക്കാതെ ജോലി തുടങ്ങുന്ന ആദ്യത്തെ ദിവസം. ശിശുപാലൻ ചേട്ടൻ എന്താ അന്തം വിട്ട് നിൽക്കുന്നേ? അത് മോഹനേഷ സാർ തന്നെയാണോ അതോ മോഹനേഷ സാറിന്റെ ശരീരത്തിൽ വല്ല സന്യാസിയുടെ ആത്മാവ് കയറിയതാണോ? കൊള്ളാലോ, അവർക്കൊക്കെ വലിയ സന്തോഷമായി കാണും. സത്യത്തിൽ ഭാമ പറയുന്നതാണ് ശരി. എന്തിനാ വെറുതെ ചാടിക്കടിക്കുന്നത്? ഇത് കുറച്ചുകൂടെ നേരത്തെ ആകാമായിരുന്നു. എന്തായാലും ഭാമയുടെ സ്കൂട്ടർ വിറ്റ് കണ്ടിട്ട് വേണം എനിക്കൊന്ന് ശരിക്കും സന്തോഷിക്കാൻ. എന്നോടാ ഭാമയുടെ കളി. പ്രഭേ, ആ പത്മനാഭന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ അപേക്ഷ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇരിക്കുകയല്ലേ? മോഹനേഷ സാറിനോടത് പറഞ്ഞാലോ? അതിപ്പോ കൊടുക്കണ്ടെന്ന് സാറല്ലേ പറഞ്ഞത്? അല്ല, ഇപ്പോഴത്തെ സ്വഭാവത്തിന് ചിലപ്പോ സമ്മതിച്ചാലോ? കുറച്ചുകൂടി നോക്കാം കാഞ്ചന സാറേ. 2 ദിവസം കൂടി മോഹനേഷ് സാറിന്റെ സ്വഭാവം ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. തീരുമാനമാക്കാതെ കിടക്കുന്ന ഫയലുകൾ ഓരോന്ന് തപ്പിയെടുത്ത് നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ഈശ്വര, മോഹനേഷ സാറിന് മനുഷ്യന്റെ സ്വഭാവം കിട്ടിയെങ്കിൽ ഞാൻ ഗുരുവായൂർ പോയി നിർമാല്യം തൊഴുതോളാമേ. ശിശുപാല, ജോലി സമയല്ലേ? അപ്പോ എല്ലാരും ഇങ്ങനെ ചിരിച്ചു കളിച്ചിരുന്നാ എങ്ങനെ ജോലി ചെയ്യാൻ പറ്റും? അല്ല സാർ, ഞങ്ങള് ചിരിക്കുന്നതിനും കളിക്കുന്നതിനും ഒന്നും മോഹനേഷനെതിരല്ല. പക്ഷേ അത് ജോലിയെ ബാധിക്കരുത്. അതെ, താലൂക്ക് ഓഫീസിൽ നാളെ രാവിലെ എത്തിക്കുന്ന ഒരു ഫയലുണ്ട് പുറമ്പോക്കിന്റെ. അത് ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് തയ്യാറാക്കണം. ശരിയാക്കാം സാർ. കാഞ്ചന ഒറ്റയ്ക്ക് വേണമെന്നില്ല, സ്വയംപ്രഭയ്ക്കും സഹായിക്കാം.
ആര് ചെയ്യുന്നു എന്നുള്ളതല്ലല്ലോ, കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് പ്രശ്നം. ഞങ്ങൾ ചെയ്തോളാം സാർ. എനിക്കറിയാം നിങ്ങളത് ചെയ്യുമെന്ന്. കാരണം നിങ്ങൾ വളരെയധികം ഉത്തരവാദിത്ത ബോധമുള്ള സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അപ്പോ വൈകുന്നേരത്തിന് മുമ്പ് ഫയലുകൾ ശരിയാക്കണം. ഞാൻ പോകുമ്പോ എന്റെ കൈവശം തന്നുവിട്ടാൽ രാവിലെ അത് താലൂക്ക് ഓഫീസിൽ എത്തിച്ചിട്ട് എനിക്ക് ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ. ശരി സാർ. അപ്പൊ അത് തുടരിക്കാം. സംഗതി ഉള്ളത് തന്നെയാ പ്രഭേ. നമ്മൾ രക്ഷപ്പെട്ടു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ സർ. പുതുവത്സരമായിട്ട് സാർ എന്തൊക്കെ തീരുമാനം എടുത്തു? തീരുമാനമോ? ജനുവരി 1-ാം തീയതി എന്ന് പറയുന്നത് പുതിയ തീരുമാനങ്ങൾ എടുക്കാനുള്ള ദിവസമാണല്ലോ. കളുകൂടി നിർത്താം, പുകവലി നിർത്താം. കഴിഞ്ഞ വർഷം വരെ എല്ലാ കൊല്ലവും ജനുവരി 1-ാം തീയതി ഞാൻ പുകവലി നിർത്തുമായിരുന്നു. എന്നിട്ട് 2-ാം തീയതിയോ 3-ാം തീയതിയോ അങ്ങ് തുടങ്ങും. പറഞ്ഞ് ഞാനിപ്പോ പുകവലി നിർത്തുന്ന കാര്യം പറഞ്ഞ പുള്ളിക്കാരി ചിരിക്കും. അതുകൊണ്ട് ഈ കൊല്ലം പുകവലി നിർത്തുന്നതേ ഇല്ല. എന്നെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. സാക്ഷാൽ ബെർണാഡ് ഷാ പറഞ്ഞ എന്താണെന്ന് അറിയോ? പുകവലി നിർത്തുന്നത് വളരെ എളുപ്പമാണ്, ഞാൻ തന്നെ 1000-ലധികം പ്രാവശ്യം നിർത്തിയിട്ടുണ്ട് എന്ന്. പുകവലി നിർത്താനാണെങ്കിൽ ഒരു ഡേറ്റിന്റെ ആവശ്യമില്ലല്ലോ സർ. നിർത്തുക, അത്രേ ഉള്ളൂ. ഈ നിർത്താൻ മടിയുള്ളവരാണ് അതിന് ദിവസം മുഹൂർത്തമൊക്കെ നോക്കുന്നത്. മോഹനേട്ടൻ കള്ളു കുടിക്കും പുകവലിക്കും ഒന്നുമില്ല, കൈക്കൂലിയും വാങ്ങില്ല. അങ്ങനെ എല്ലാം കൊണ്ടും മിസ്റ്റർ പെർഫെക്റ്റ് അല്ലേ? അതുകൊണ്ട് ഇന്നു മുതൽ കക്ഷിയും പുതിയൊരു വ്രതത്തില്ല. അനാവശ്യമായി ദേഷ്യപ്പെടില്ല, ആരോടും വഴക്കുണ്ടാക്കില്ല, ശാന്തമായി സംസാരിക്കും എന്നൊക്കെയാണ് തീരുമാനം. പറഞ്ഞു വരുമ്പോ തീരുമാനം മോഹനേട്ടനത് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ നിർബന്ധിച്ചതാ. അതിനുവേണ്ടി ഇനി ഞാൻ സ്കൂട്ടർ ഓടിക്കില്ല എന്നൊരു വ്രതം തിരിച്ചുവിടുത്തു. നിങ്ങൾക്ക് രണ്ടാൾക്കും വട്ട. ഇക്കാലത്ത് ഒരു സ്കൂട്ടർ പോലും ഇല്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും? അതും തിരക്കുള്ള ഒരു വക്കീലിന്. സത്യഭാമയുടെ ജോലി അത് ബാധിക്കില്ലേ? അല്ല സർ, മോഹനേട്ടന്റെ മുൻകോവം ഒഴിവാക്കാൻ ഒരു മാർഗമെന്ന നിലയിലാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഞാനിത്ര ബുദ്ധിമുട്ടിയാലും വേണ്ടില്ല, ആ ദുശീലം നിർത്തിയേ പറ്റൂ. എന്ത് ദുശീലം? എന്റെ നോട്ടത്തിൽ മോഹനകൃഷ്ണന് ഒരു ദുശീലവും ഇല്ല. സത്യഭാമേ, ഒരു മനുഷ്യൻ എല്ലാ തരത്തിലും നമ്മൾ പറയുന്ന പോലെ ജീവിക്കണമെന്ന് പറയുന്നത് മണ്ടത്തരവാ. അയാൾ നമ്മളല്ല, വേറൊരു വ്യക്തിയാ. ഇക്കാലത്ത് കള്ളുകുടിക്കുകയോ പുകവലിക്കുകയോ സ്ത്രീ വിഷയങ്ങളിൽ പെടുകയോ ചെയ്യാത്ത എത്ര ആണുങ്ങളുണ്ട്? വിരളം. തന്റെ ഭർത്താവ് അങ്ങനെ വിരലിലെണ്ണാവുന്ന യോഗ്യന്മാരിൽ ഒരാളാ. കൈക്കൂലി വാങ്ങാത്ത എത്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട് കേരളത്തില്? മോഹനകൃഷ്ണൻ അക്കാര്യത്തിലും പരമയോഗ്യനാ. ആ നന്മയൊന്നും കാണാതെ മുൻകോപം, വാശി, അതുപോലുള്ള നിസ്സാര കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ശരിയാണോ? അല്ലെങ്കിൽ തന്നെ അയാൾക്ക് കോപിക്കാവല്ലോ, വാശി കാണിക്കാവല്ലോ. നിയമവും ന്യായവും മാത്രം നോക്കി ജീവിക്കുന്ന അടിമുടി സത്യസന്ധനായ ഒരു മനുഷ്യന് കോപിക്കാനും ഉറക്കെ സംസാരിക്കാനും അവകാശമുണ്ട്. സത്യത്തിൽ മോഹനകൃഷ്ണനെ പോലുള്ളവരാണ് ഉറക്കെ സംസാരിക്കേണ്ടത്. തെറ്റുകൾ കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അയാളുടെ ജീവിത രീതിയാ. അക്കൂട്ടത്തിൽ കുറച്ച് ദുർവാശിയും ദുരഭിമാനവും ഒക്കെ കാണും. അത് മാറ്റാൻ നോക്കരുത്. അത് മാറ്റിയാൽ പിന്നെ മോഹനകൃഷ്ണനില്ല. സത്യഭാമയെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആരും മനസ്സിലാക്കും മോഹനകൃഷ്ണനെ?
എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? അതിപ്പോ ആരോടും ദേഷ്യപ്പെടാതെയും വാശി പിടിക്കാതെയും എന്റെ മോഹനേട്ടൻ ശ്വാസം മുട്ടിക്കാണൂല്ലേ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുണ്ടെന്ന് എനിക്കറിയാലോ. രാവിലെ വെറുതെ മോഹനേട്ടനെ കൊണ്ട് അങ്ങനെ പറയിക്കണ്ടായിരുന്നു എനിക്ക് പിന്നീട് തോന്നി. അതെന്താ? സദാനന്ദൻ സാറ് പറഞ്ഞു അതിന്റെ ശരി. ഓരോരുത്തർക്കും ഓരോ സ്വഭാവമല്ലേ, അത് നമ്മളായിട്ട് മാറ്റാൻ നോക്കരുത്. നമ്മുടെ ഇഷ്ടത്തിനല്ലല്ലോ മറ്റുള്ളവർ ജീവിക്കേണ്ടത്. മോഹനേട്ടൻ്റെതായ ഒരു ജീവിത രീതിയുണ്ട്. ഇന്ന് എന്നോട് വാക്ക് പറഞ്ഞിട്ട് ആപ്പീസിൽ പോയതിന്റെ പേരിൽ മോഹനേട്ടൻ ശരിക്കും കഷ്ടപ്പെട്ടു കാണൂല്ലേ? അങ്ങനെയൊന്നുമില്ല. ഞാൻ പോകുന്ന വഴി എല്ലാവരോടും നന്നായിട്ടാണ് പെരുമാറിയത്. ആഫീസിലെത്തി കഴിഞ്ഞും എല്ലാവരോടും ചിരിച്ചു കളിച്ച് തന്നെയാ വർത്താനം പറഞ്ഞത്. പക്ഷേ ഞാനൊന്ന് അയഞ്ഞു കൊടുത്തത് ശിശുപാലനും സ്വയംപ്രഭയും കാഞ്ചനയൊക്കെ ശരിക്കും ആഘോഷിച്ചു. സാധാരണ കൃത്യമായി ജോലി ചെയ്യുന്നവർ വെറുതെ വർത്താനം പറയുകയും ചിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് നിന്നോട് വാക്ക് പറഞ്ഞുകൊണ്ട് എനിക്കൊന്നും മിണ്ടാൻ പറ്റില്ലല്ലോ. ഞാൻ ക്ഷമിച്ചു. ഇതാ ഞാൻ പറഞ്ഞത്, എല്ലാം എന്റെ തെറ്റാന്ന്. അങ്ങനെ മിണ്ടാതിരിക്കാനാണോ മോഹനേട്ടൻ വില്ലേജ് ഓഫീസറായത്? ഞാനായിട്ട് മോഹനേട്ടന്റെ കാര്യത്ത് സോറി മോഹനേട്ടാ. നാളെ മുതൽ അങ്ങനെ പാവത്താൻ അവരൊന്നും നിൽക്കണ്ട. ജോലി ചെയ്യാത്തവരെ അങ്ങനെ വെറുതെ വിടേണ്ട കാര്യമില്ല. നീ കാര്യമായിട്ട് പറയാണോ? അതെ. നീ ഇങ്ങനെ പറയുന്നത് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഉച്ചകൊണ്ട് കഴിഞ്ഞ ഉടനെ ഞാൻ സ്വഭാവം ചെറുതായിട്ടൊന്ന് മാറ്റിയായിരുന്നു. മാറ്റിയോ? എങ്ങനെ? ഉച്ചവരെ ഞാൻ നിന്നോട് പറഞ്ഞ വാക്കിന്റെ പേരിൽ ക്ഷമിച്ചു. ഉച്ച കഴിഞ്ഞ് ഇതിപ്പോ ഒരു സർക്കാർ ഓഫീസായി നമുക്കൊന്ന് ശ്വാസം വിടാൻ പറ്റും. ഇതുവരെ ഇത് ജയിലല്ലായിരുന്നോ? ജയില് ഏത് സർക്കാർ ഓഫീസിലും ഉച്ചയൂണ് കഴിഞ്ഞ ഒരു മയക്കമുണ്ട്. ഇവിടെ അതില്ലാത്തതിന്റെ ഒരു കുറവുണ്ട്. പതുക്കെ പതുക്കെ അത് ശരിയായിക്കൊള്ളും. മോനേഷ് സാർ ഇങ്ങനെ പാവമായിട്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് അരമണിക്കൂർ ഉറങ്ങാനാണോ പാട്? എനിക്ക് ഉച്ചയോറക്കല്ല കന്നസറ പ്രശ്നം. രാവിലെ ഈ 10 മണിക്ക് വരുന്നതിന് ഒരു ഇളവ് കിട്ടിയ ഞാൻ രക്ഷപ്പെട്ടു. അധികമൊന്നും വേണ്ട, ഒരു 1/4 മണിക്കൂർ. ഒക്കെ ശരിയാവും പ്രൊഫസറെ, ധൈര്യമായിട്ടിരിക്കേ. കാഞ്ചനെ, എന്തായി താലൂക്ക് ഓഫീസിലേക്കുള്ള ഫയലിന്റെ കാര്യം? എഴുതി തുടങ്ങിയില്ല സാർ. ഇപ്പോഴെങ്കിലും തുടങ്ങിയാലല്ലേ വൈകിട്ട് ഞാൻ പോകുന്നതിന് മുതിർക്കാൻ പറ്റൂ. അതിപ്പോ ലിസ്റ്റ് നാളെ കൊടുത്താലും പോരെ സാർ? പുറമ്പോക്കിന്റെ കണക്കെടുത്തിട്ട് കളക്ടർക്ക് മലമറിക്കാനൊന്നുമില്ലല്ലോ. സാർ ഇപ്പോഴും കൃത്യമായി സമയത്തിന് കൊടുക്കുന്നത് അവിടെയുള്ളവർക്ക് ശീലമായിപ്പോയി. അതിന്റെ ഒന്നും ആവശ്യമില്ല സാറേ. കാഞ്ചനെ, സ്വയംപ്രഭേ, ഇത് ഒരു സർക്കാർ ഓഫീസാണ്. ഞാൻ ഇതൊരു പട്ടാള ക്യാമ്പാക്കി മാറ്റണ്ട എന്ന് കുറെ കാലമായി നിങ്ങൾ പരാതി പറയുന്നത് കൊണ്ട് മാത്രമാണ് എന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താമെന്ന് ഞാൻ കരുതിയത്. അതിനായി വർഷാരംഭ ദിവസമായി ഇന്ന് തന്നെ അതിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. പക്ഷേ നിങ്ങളത് ആഘോഷമാക്കുകയാണ്. സ്വയംപ്രഭ എന്താ പറഞ്ഞത്? ലിസ്റ്റ് നാളെ കൊടുത്താൽ മതിയെന്നോ? അത് തീരുമാനിക്കുന്നത് സ്വയംപ്രഭയാണോ? കളക്ടർക്ക് ആ റിപ്പോർട്ട് കിട്ടിയിട്ട് എന്തിനാണെന്ന് അറിയണം. നാട്ടിലെ ഭൂമിയില്ലാത്ത പാവപ്പെട്ടവർക്ക് ഭൂമി കൊടുക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാണത്. നിങ്ങൾക്കൊക്കെ സ്വന്തമായി ഭൂമി ഉള്ളതുകൊണ്ട് ആ പദ്ധതിയോട് പുച്ഛം. അതല്ല സാർ. ഞാൻ എപ്പോഴും എന്റെ ജോലി കൃത്യമായി ചെയ്യുന്നത് കൊണ്ടാണ് പിന്നെയും പിന്നെയും കൂടുതൽ ജോലി എന്നെ ഏൽപ്പിക്കുന്നത്, അല്ലേ? അതിന്റെ ആവശ്യമില്ലെന്ന് ആണോ? ജോലി കൃത്യമായി ചെയ്യാനാണ് സർക്കാർ ശമ്പളം തരുന്നത്, അല്ലാതെ നിങ്ങൾക്കൊക്കെ ഉച്ച ഊണും കഴിഞ്ഞ് മയങ്ങാനല്ല. ഞാനൊന്ന് താന്നു നിന്നപ്പോ നിങ്ങൾ എന്റെ തലേ കയറി നെയ്യാതി വെള്ളം കളിക്കുന്നു. അഹങ്കാരികളെ. പുറം പോക്കന്റെ ലിസ്റ്റ് തയ്യാറാക്കാതെ ഒരാളും ഇന്ന് വൈകിട്ട് വീട്ടിൽ പോകില്ല. വീട്ടിൽ പോയാ വിവരാണേ. ആഹാ,
മോഹനേശ്വരനെ തോൽപ്പിക്കാൻ നോക്കുന്നു. എന്നിട്ട് എന്നിട്ടെന്താ, ജോലി തീർക്കാതെ വിടുവോ ഞാൻ? സംഗതി കുഴപ്പമാണെന്ന് മനസ്സിലാക്കിയപ്പോ 3 പേരും കൂടി 1 മണിക്കൂർ കൊണ്ട് ലിസ്റ്റ് ഉണ്ടാക്കി തീർത്തു. നാളെ ഞാൻ താലൂക്ക് ഓഫീസിൽ എത്തിക്കുകയും ചെയ്യും. ഇതാണ് മോഹനേട്ടൻ. അയ്യോ, അന്യായം കണ്ട പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് മോഹനകൃഷ്ണൻ? പുതുവർഷത്തിൽ പുതിയ തീരുമാനമെടുക്കുന്നത് പുതിയ കാര്യമല്ല. പക്ഷേ ഒരിക്കലും നടപ്പാക്കാനാവാത്ത തീരുമാനങ്ങൾ എടുത്ത് പുതിയ വർഷത്തിലെ ആദ്യത്തെ ദിവസം തന്നെ അത് തെറ്റിക്കേണ്ടതുണ്ടോ എന്ന് ആലോചിക്കാവുന്നതാണ്. മോഹനകൃഷ്ണന്റെ ഉഗ്രവ്രതം തെറ്റിയതിൽ മനസ്സ് നിറഞ്ഞ് ആഹ്ലാദിച്ച് ഇന്നത്തേക്ക് വിടാം.